ഹായ് എവരിവൺ, വൃന്ദ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 ഫിസിക്സിലെ 3rd ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. അപ്പം ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും പഠിച്ചിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഒരു ചാർജ്, റെസ്റ്റിലിരിക്കുന്ന ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീൽഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതായിരുന്നു റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ. എന്നാൽ ഈ ചാപ്റ്റർ 3rd ചാപ്റ്റർ ആയിട്ടുള്ള കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാർജ് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂവിങ് ചാർജിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ 3rd ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് പഠിച്ച് തീരാത്തവർ അത് പഠിക്കുക. അതിനുശേഷം നമ്മുടെ 3rd ചാപ്റ്ററിൽ നന്നായി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഇത് ചാപ്റ്റർ മെയിൻ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് എപ്പോഴും എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നന്നായി ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് പോകാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് 8, 9, 10 അതായത് നിങ്ങളുടെ ഹൈസ്കൂളിൽ നിങ്ങൾ പഠിച്ച കുറേ ബേസിക് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, അപ്പം ഇലക്ട്രിക് കറണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫ്ലോ ഓഫ് ചാർജ് എന്നാവും, അല്ലേ? അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, അല്ലേ? അപ്പം ഈ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ I എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇലക്ട്രിക് കറണ്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ചാർജ് flowing through a conductor in unit time. ഒരു യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു കണ്ടക്ടറിനുള്ളിലൂടെ എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന ടേമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചോക്ക് പീസ് ഒരു കണ്ടക്ടറാണെന്ന് വിചാരിക്കാം. നമ്മൾ ജസ്റ്റ് ഇതൊരു കണ്ടക്ടറാണെന്ന് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ ഈ ഒരു കണ്ടക്ടറിലൂടെ ഒരു 1 സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിനുള്ളിൽ എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടക്ടറിലൂടെ ഒരു 1 സെക്കൻഡിനുള്ളിൽ എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് I എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു T എന്ന ടൈം കൊണ്ട് Q എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് Iനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും? ഇലക്ട്രിക് കറണ്ട് I is equal to Q/T. നമ്മൾ എന്താ പറഞ്ഞത്? T എന്ന ടൈം കൊണ്ട് Q എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് കറണ്ട് I എന്ന് പറയുന്നത് എന്തായിരിക്കും? Q/T, where Q is the amount of charge flowing and T is the time. So T time കൊണ്ട് Q amount of charge flow ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് കറണ്ട് I എന്ന് പറയുന്നത് എന്താണ്? Q/T. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു T വരുമ്പോൾ നമ്മൾ എന്താ പറയുക? റേറ്റ് ഓഫ് വെച്ചിട്ടല്ലേ അതിനെ ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ I is equal to എന്തായിരിക്കും വരാം? dQ/dt. ഓക്കെ, that means it is the rate of flow of charge. Okay, so electric current എന്ന് പറയുന്നത് എന്താണ്? rate of flow of charge ആണ്. ഒരു കണ്ടക്ടറിനുള്ളിലൂടെ ഒരു യൂണിറ്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? Q എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്? എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ്. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളോം, അല്ലേ? കൂളോം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ടൈമിൻ്റെ
യൂണിറ്റ് എന്താണ്? സെക്കൻഡ് അല്ലേ? സോ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും വരിക? കൂളോം പെർ സെക്കൻഡ്. ഓർ ഈ കൂളോം പെർ സെക്കൻഡിനെ നമുക്ക് എന്ത് പറയാം? ആംപെയർ എന്ന് പറയും. ആംപെയറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, സോ യൂണിറ്റ് എന്താണ്? കൂളോം പെർ സെക്കൻഡ് ഓർ ആംപെയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇലക്ട്രിക് കറന്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇലക്ട്രിക് കറന്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇതെന്ത് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കാം. അപ്പം ഇലക്ട്രിക് കറന്റ് എവിടെ നിന്നാണ് ഫ്ലോ ചെയ്യുന്നത്? ഏത് ടെർമിനലിൽ നിന്ന് ഏത് ടെർമിനലിലോട്ടായിരിക്കും ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുക? ഇലക്ട്രിസിറ്റി ഇറ്റ് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനലാണ് അല്ലേ? ഇലക്ട്രിക് കറന്റ് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ. ദാറ്റ് ഈസ് ഇലക്ട്രിക് കറന്റിന് ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലേ? പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഡയറക്ഷൻ ഉള്ളത് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കണേ? ബട്ട് ഇവിടെ നമ്മൾ പറഞ്ഞു ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? അപ്പോൾ അതെങ്ങനെയായിരിക്കും ശരിയാവുക? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താ? വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ എന്താ? നമ്മൾ പഠിച്ചതല്ലേ? വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണ്? എ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഓൾവേസ് ഒബേസ് ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. എന്താണ്? എ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഓൾവേസ് ഒബേസ് ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. സോ ഇവിടെ എന്താണ്? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഒക്കെ ഉണ്ട്, പക്ഷേ ഡു നോട്ട് ഒബേസ് ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. ഇപ്പോൾ ഈ കേസിൽ നമ്മുടെ ഇലക്ട്രിക് കറന്റ് എന്ത് ചെയ്യുന്നില്ല? ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇലക്ട്രിക് കറന്റ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറയുന്നത്. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദാറ്റ് ഇലക്ട്രിക് കറന്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ. ഇറ്റ് ഫ്ലോസ് ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഇറ്റ് ഫ്ലോസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണല്ലോ ഇലക്ട്രോണിനുള്ളത്. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ എന്താ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പറഞ്ഞാൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനലാണ് പറഞ്ഞത് അല്ലേ? ഇലക്ട്രോൺ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഫ്ലോ ചെയ്യുന്നത്? ഓക്കെ, സോ ഇറ്റ് ഫ്ലോസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ആൻഡ് നെക്സ്റ്റ് ഈ ഇലക്ട്രിക് കറൻറ്റിനെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എമ്മീറ്റർ. ദി ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ഈസ് എമ്മീറ്റർ. ഓക്കെ, ഇലക്ട്രിക് കറൻറ്റ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എമ്മീറ്റർ. അത് നമ്മുടെ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഏറ്റവും കുഞ്ഞ ഡിഫ്ലക്ഷൻസ് പോലും നമുക്ക് കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഗാൽവനോമീറ്ററും ഈ എമ്മീറ്ററും ഒക്കെ എന്താണ്? സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് അത് പാരലൽ കണക്ഷനാണ് സർക്യൂട്ടിൽ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കറണ്ട് ഡെൻസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജെ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. സോ കറണ്ട് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ, അതായത് ഒരു കണ്ടക്ടറിൻ്റെ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ. ഒരു കണ്ടക്ടറിൻ്റെ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മളെങ്ങനെ ഇതിനെ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് പറ്റുക? കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ. കറണ്ടിനെ നമ്മൾ എന്താ പറയുക? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ജെ ഈസ് ഈക്വൽ ടു ഐ ബൈ എ. കറണ്ടിനെ നമ്മൾ എന്താണ്? ഐ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? ഇലക്ട്രിക് കറണ്ട് നമ്മൾ ഐ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. യൂണിറ്റ് ഏരിയ ഓഫ് കോഴ്സ്
വെച്ചിട്ട് അല്ലേ. സോ കറണ്ട് ഡെൻസിറ്റി J is equal to I/A. ആൻഡ് ഇതിൻ്റെ യൂണിറ്റ് അപ്പോൾ എങ്ങനെയായിരിക്കും വരാം? കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? I. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ആംപെയർ അല്ലേ, അല്ലെങ്കിൽ കൂളോം പെർ സെക്കൻഡ്. അപ്പോൾ ആംപെയർ പെർ ഏരിയയുടെ എന്താണ്? മീറ്റർ സ്ക്വയർ അല്ലേ. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപെയർ. സോ യൂണിറ്റ് ഓഫ് കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു A/മീറ്റർ സ്ക്വയർ. ഓ ഇതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും? ആംപെയർ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? കൂളോം പെർ സെക്കൻഡ്. നമ്മൾ കൂളോം പെർ സെക്കൻഡിനെയാണ് നമ്മൾ ആംപെയർ എന്ന് മൊത്തത്തിൽ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ആയാലും നമുക്ക് ഡിനോട്ട് ചെയ്യാം കൂളോം പെർ സെക്കൻഡ് ബൈ മീറ്റർ സ്ക്വയർ ഓർ കൂളോം പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ്. ഓക്കെ, ചിലപ്പോൾ എക്സാമിനൊക്കെ വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് കറണ്ട് ഡെൻസിറ്റി എന്ന് ചോദിച്ച ഓപ്ഷനിൽ ചിലപ്പോൾ ആംപെയർ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൂളോം പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡോ കൂളോം പെർ സെക്കൻഡ് ബൈ മീറ്റർ സ്ക്വയർ അങ്ങനെ എന്ത് വേണമെങ്കിലും തരാം. അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇത് മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓർത്തൊന്നും വരില്ല. ആംപെയർ എന്ന് പറയുന്നത് കൂളോം പെർ സെക്കൻഡ് ആണെന്ന് നമ്മൾ ആ സമയത്ത് ഓർത്തൊന്നും വരില്ല. അപ്പം നമ്മൾ അത് വിട്ടുപോവാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ആംപെയർ എന്ന് പറയുന്നത് കൂളോം പെർ സെക്കൻഡ് ആണ്. സോ ഇങ്ങനെ യൂണിറ്റ് നമുക്ക് പറയാം കറണ്ട് ഡെൻസിറ്റിയുടെ. കൂളോം പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് എന്നും പറയാം, ആംപെയർ പെർ മീറ്റർ സ്ക്വയർ എന്നും പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ കറണ്ട് ഡെൻസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഹാവ് ബോത്ത് magnitude and direction and it also obeys laws of vector addition. Okay, അപ്പോൾ നമ്മൾ ഇത്രയും പോർഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് പഠിച്ചത്? ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റി എന്താണെന്നും നമ്മൾ പഠിച്ചു ഇല്ലേ. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? It is the amount of charge flowing through a conductor in unit time അല്ലേ. ഒരു യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഒരു 1 സെക്കൻഡിനുള്ളിൽ ഒരു കണ്ടക്ടറിനുള്ളിലൂടെ എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നതാണ് ഇലക്ട്രിക് കറണ്ടിൽ നമ്മൾ പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ആംപെയർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ആൻഡ് എന്താണ് ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക് കറണ്ട് ഈസ് ammeter. And what is current density? It is the current flowing through unit area. ഒരു കണ്ടക്ടറിൻ്റെ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? കറന്റ് ഡെൻസിറ്റി. ഓക്കെ, ആൻഡ് കറന്റ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ് വരിക? J is equal to I/A. ആൻഡ് യൂണിറ്റ് എന്താണ്? ആംപെയർ പെർ മീറ്റർ സ്ക്വയർ ഓർ കൂളോം പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ്. ആൻഡ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷനാണ് നമുക്ക് ബേസിക്കായിട്ട് ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാവരും കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുത്തത്. അപ്പം അതിൽ നമ്മൾ പഠിച്ചു ഇലക്ട്രിക് കറണ്ട് എന്താണ്, കറണ്ട് ഡെൻസിറ്റി എന്താണെന്നൊക്കെ അല്ലേ. അപ്പം ഈ ഒരു പോർഷൻ ആണ് അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ടോപ്പിക്സ്, ഈ ചാപ്റ്ററിലുള്ള അടുത്ത ടോപ്പിക്സ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇന്നൊരു ചെറിയ പോർഷൻ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതെല്ലാവരും നന്നായി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് ചോദിക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട്